ഈ 21-ാം നൂറ്റാണ്ടിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രങ്ങൾ 18-ാം നൂറ്റാണ്ടിന്റെ സ്വഭാവം കാണിക്കുമ്പോൾ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വരുന്നത്. ഇവിടെ നടക്കുന്ന സംഘട്ടനം ഒരു യുദ്ധമായിട്ട് ഞാൻ കാണില്ല. കാരണം യുദ്ധം എന്ന് പറയുന്നത് ഞാൻ കണ്ടാൽ അവസാനത്തെ യുദ്ധം 2021-ൽ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഇത് ഡിക്ലെയർ ചെയ്യാത്ത സംഘട്ടനമാണ് ഞാനിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇനി ലോകം മുന്നോട്ട് പോകില്ല. അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് ഭരണകർത്താക്കൾ ഇത്രയും മോശമാണോ എന്ന് തോന്നിപ്പോകുമ്പോൾ ഇവർ 2 കൂട്ടരും 3 കൂട്ടരും ലോക ജനതയുടെ മുമ്പിൽ കുറ്റക്കാരാണ്. അത് കാണുന്നുണ്ട്, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം പണമാണോ? റിസോഴ്സസ് ആണോ? ഏത് യുദ്ധത്തിന്റെ പിന്നിലും വിഭവങ്ങളുടെ ഭിന്നിപ്പുണ്ടാകും, റിസോഴ്സ് ഉണ്ടാകും. ഉദാഹരണമായിട്ട് ലോകത്തിൽ ആദ്യം നടന്ന യുദ്ധം 35,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് തീ എടുക്കുവാൻ വേണ്ടിയാണ്. ഒരു കൂട്ടർക്ക് തീ ഉണ്ടാക്കാൻ അറിയും, ഒരു കൂട്ടർക്ക് തീ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഒരു കൂട്ടർ മറ്റവരുടെ അടുത്ത് പോയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തീ, അഗ്നി കടത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വക എല്ലാ യുദ്ധങ്ങളും റിസോഴ്സിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന യുദ്ധം റിസോഴ്സ് ആണ് അതിന്റെ കാരണമെങ്കിലും അത് വാസ്തവത്തിൽ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണങ്ങളുണ്ട്, പക്ഷെ അത് ചെയ്യുന്ന ആ കാരണം നമ്മൾ പറയുക മാത്രമാണ് ഇതാണ് കാരണം എന്ന്. പക്ഷെ ഇതിന്റെ പിറകിൽ വ്യക്തികളുടെ അതോറിറ്റി ഞാൻ കാണുന്നുണ്ട്. ആ അതോറിറ്റി ഉപയോഗിച്ച് അവർ സ്വയം വലുതാകാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ഒരു സംശയത്തിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത്. ഇവിടെ ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത്. വിദ്യാർത്ഥികളുമായി പലതും ഡിസ്കസ് ചെയ്യാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ 2 കൂട്ടരും കുറ്റക്കാരാണ്. ഇതിന് മൂന്നാമതായിട്ട് ഒരു ലോകരാഷ്ട്രങ്ങൾ ഇവർക്കെതിരായിട്ട് ഒന്നിച്ചാൽ മാത്രമേ ഇതിന് കുറച്ച് സമാധാനം വരാൻ സാധ്യതയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു.